നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട ഒരു ന്യൂസിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കണ്ടു കാണും. PFൽ നിന്നും മുഴുവൻ തുകയും പിൻവലിക്കാം. ചരിത്ര തീരുമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കണ്ടു. അപ്പം നമ്മൾ സർക്കാർ ജീവനക്കാർക്ക് ന്യായമായും സംശയം ഉണ്ടാവും. നമ്മളെല്ലാവരും PFൽ പൈസ അടയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ അടയ്ക്കുന്ന പൈസയും അതായത് ആ ന്യൂസിൽ കണ്ട 12 മാസം കഴിഞ്ഞവർക്ക് ജോലി ലഭിച്ച് 12 മാസം കഴിഞ്ഞവർക്ക് പൂർണ്ണമായും PFൽ നിന്ന് പൈസ പിൻവലിക്കാമെന്നൊരു ന്യൂസാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓഫീസിലുള്ള എല്ലാവർക്കും ന്യായമായും അങ്ങനൊരു സംശയം ഉണ്ടാവും. നമ്മളും PFലോട്ട് പൈസ അടയ്ക്കുന്നതാണ് എല്ലാ മാസവും. നമുക്കും ഈ പൈസ 12 മാസം കഴിഞ്ഞ് എല്ലാവർക്കും പൈസ പൂർണ്ണമായിട്ടും പിൻവലിക്കാമോ എന്നുള്ളത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഓഫീസിൽ നമ്മൾ NRI ആയിട്ടാണ് TA എടുക്കും. TA എടുക്കുന്നത് നമ്മൾ 36 മാസമായിട്ട് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ളതാണ്. NRI ആണെങ്കിൽ നമുക്ക് 10 വർഷം സർവീസ് വേണം. അതാകുമ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കേണ്ട. പക്ഷേ നമ്മളുടെ PF അക്കൗണ്ടിലുള്ള പൈസയുടെ എലിജിബിൾ എമൗണ്ട്, അതായത് ചിലപ്പോൾ നമുക്ക് ലോക്ക്ഡ് എമൗണ്ട്സ് ഒക്കെ ആണ്. ഇപ്പം DARR ആയിട്ട് കിട്ടുന്നത് ഇത്ര മാസത്തേക്ക് ലോക്ക്ഡ് ആയിരിക്കും. അതൊക്കെ ഒഴിവാക്കിയുള്ള എലിജിബിൾ എമൗണ്ടിൻ്റെ 75% നമുക്ക് NRI ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. അപ്പം നമുക്ക് നമുക്ക് ആലോചിക്കും, 10 വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് NRI എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 12 മാസം കഴിഞ്ഞ് നമുക്ക് പൈസ പൂർണ്ണമായും പിൻവലിക്കാമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇതിൻ്റെ ന്യായം എന്താണ്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളെല്ലാവരും ന്യൂസിലൂടെയൊക്കെ കണ്ട ആ ഒരു PF എന്ന് പറയുന്നത് EPF ആണ്. ആ ന്യൂസ് ഏത് PFുമായിട്ട് റിലേറ്റ് ചെയ്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EPFുമായിട്ടാണ്. എന്താണ് EPF? EPF എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് EPF. ഇതൊരു സർക്കാർ നിയന്ത്രിത നിക്ഷേപ പദ്ധതിയാണ്. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലാണ് EPFO. ഇതിനെ നിയന്ത്രിക്കുന്നത് EPFO എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. അതെന്ന് പറഞ്ഞാൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഈ PFൽ ആർക്കൊക്കെ അംഗത്വം എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലതും പബ്ലിക് സെക്ടറിലെ ജീവനക്കാർക്കാണ് ഇതിൽ അംഗത്വം എടുക്കാൻ പറ്റുന്നത്. ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട്. നമ്മൾ അതിനകത്തോട്ടൊന്നും വിശദമായിട്ട് പോകുന്നില്ല. അതായത് ഒരു സ്ഥാപനത്തിൽ 20-ൽ കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ ഈ ജീവനക്കാരിൽ നിന്നും അതേ കണക്ക് നമ്മൾ തൊഴിലുടമയും ഒരു നിശ്ചിത ശതമാനം കോൺട്രിബ്യൂഷൻ നമ്മളെ PFലോട്ട് അടയ്ക്കണമെന്നാണ് നിയമം. നമ്മളിങ്ങനെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ ഇട്ടു. ഇതിനെ നിയന്ത്രിക്കാനൊരു സംവിധാനം വേണ്ടേ? അല്ലാതെ വെറുതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റത്തില്ല. ജീവനക്കാരുടെ പൈസ ഉള്ളതാണ്. അപ്പം ഈ ഫണ്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് EPF എന്ന് പറയുന്നത്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അവർക്ക് നിശ്ചിത നിയമാവലികളുണ്ട്. ഈ പൈസയ്ക്ക് ഓരോ ക്വാർട്ടറിലായിട്ട് പലിശ നിശ്ചയിക്കും. നമുക്ക് GPFൽ അറിയുന്ന കണക്ക് അതൊക്കെ അതിൻ്റെ വിനിയോഗവും അതിൻ്റെ വിഡ്രോവലും എല്ലാം നിയന്ത്രിക്കുന്നത് EPFO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. അത് പക്ഷേ നമ്മളെ GPFുമായിട്ട് യാതൊരു ബന്ധവുമില്ല. GPF ആരാണ് നിയന്ത്രിക്കുന്നത്? GPF എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ്. നമ്മുടെ ബേസിക് പേയുടെ 6% മിനിമം കോൺട്രിബ്യൂഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ജീവനക്കാർ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സർക്കാർ അതിന് ആനുപാതികമായി കോൺട്രിബ്യൂഷൻ തരുന്നില്ല. അതേ കണക്ക് ഈ GPFനെ ആരാണ് നിയന്ത്രിക്കുന്നത്? AG അക്കൗണ്ട് ജനറലാണ് ഈ GPFനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിലുള്ള ഏകദേശ വ്യത്യാസം നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടിനും രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മുടെ സഹപ്രവർത്തകർ ഈ ന്യൂസ് കാണിച്ചിട്ട് നമുക്കും ഇത് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള മറുപടിയായി EPF വേറെയാണ്, GPF വേറെയാണ്. EPF സ്വകാര്യ അല്ലെങ്കിൽ പൊതുമേഖല ജീവനക്കാർക്കുള്ള നിക്ഷേപ പെൻഷൻ. അവർക്ക് അതിനകത്ത് തന്നെ EPFൽ തന്നെ പല ഇതുണ്ട്. EPF PF ഉണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ പെൻഷനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഇത് 3 EPF എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഏകദേശം എന്തായാലും രണ്ടും രണ്ട് കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് GPFൻ്റെ കാര്യം മാത്രം നോക്കാം. GPFൽ നമുക്ക് പിൻവലിക്കൽ എങ്ങനെയൊക്കെ ചെയ്യാം? അപ്പോൾ നമ്മൾ GPFൽ കോൺട്രിബ്യൂഷൻ ഇട്ടു. പൈസ നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് പിൻവലിക്കണമല്ലോ. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം GPF ടെമ്പററി അഡ്വാൻസ്, പിന്നെ GPF NRI നോൺ റീഫണ്ടബിൾ അഡ്വാൻസ്,
പിന്നെ അവസാനം നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് GPF ക്ലോഷർ. അതിൽ ആദ്യം നമുക്ക് നോക്കാം GPF ടി എ എടുക്കണം. അപ്പം നമ്മളൊരു സർക്കാർ സർവീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തു. എത്ര വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു സംശയമായിരിക്കാം. എത്ര വർഷം അല്ലെങ്കിൽ എത്ര നാളുകൾക്ക് ശേഷമാണ് GPF ടി എ എടുക്കാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ സ്പാർക്ക് വഴിയാണ് ആപ്ലിക്കേഷൻ ഇടുന്നത്. പക്ഷെ നമ്മൾ സ്പാർക്ക് വഴി ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ഒരു ജീവനക്കാരൻ ഇപ്പം ജോയിൻ ചെയ്ത് 6 മാസമായി, PFലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപേക്ഷ ഇടുമ്പോൾ ഈ ജീവനക്കാരൻ്റെ ഒരു എറർ വരും. നമുക്ക് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്പാർക്ക് വഴി GPF ടി എ ആപ്ലിക്കേഷൻ ഇടാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടിയതിന് ശേഷമേ ഈ ജീവനക്കാരൻ്റെ GPF വിവരങ്ങൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ആകത്തുള്ളൂ. GPFൽ നമ്മൾ അടച്ച പൈസയുടെ വിവരങ്ങൾ. അതിനുശേഷം ഈ ജീവനക്കാരന് സ്പാർക്കിൽ നിന്ന് വഴി നമുക്ക് ടി എ ആപ്ലിക്കേഷൻ ഇട്ട് ടി എ എടുക്കാവുന്നതാണ്. അപ്പം ഒരു വ്യക്തി ടി എ എടുത്തു, ടെമ്പററി അഡ്വാൻസ് എടുത്തു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് മറ്റൊരാവശ്യം വന്നു. എത്ര നാളുകൾ കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും? 6 അടവുകൾ, 6 മാസമല്ല, 6 അടവുകൾ അടച്ചതിന് ശേഷം മാത്രമാണ് ഈ ജീവനക്കാരന് അടുത്ത ഒരു ടെമ്പററി അഡ്വാൻസ് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് NRI എടുക്കണം. NRI എടുക്കണമെങ്കിൽ നമുക്കൊരു നിശ്ചിത കാലയളവ് നമുക്ക് സേവനം ഉണ്ടായിരിക്കണം. അതായത് 10 വർഷം സേവന കാലയളവുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് NRI എടുക്കാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തിക്ക് നമുക്ക് NRI എടുത്തു. NRI എടുത്തു കഴിഞ്ഞു. അതിന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരാവശ്യം വന്നു, ടെമ്പററി അഡ്വാൻസ് എടുക്കേണ്ടി വന്നു. അതല്ലെങ്കിൽ ഇപ്പം ടി എ എടുത്തൊരു വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് 10 വർഷം കഴിഞ്ഞു, NRI എലിജിബിളാണ്, NRI എടുക്കേണ്ടി വന്നു. അത് തമ്മിലുള്ള കാലയളവെന്ന് പറയുന്നത് 4 മാസം വേണം. ഒരു NRI എടുത്തിട്ട് പിന്നൊരു ടി എ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ടി എ എടുത്തിട്ട് NRI എടുക്കണമെങ്കിലോ നമുക്ക് 4 മാസത്തെ മിനിമം കാലയളവ് വേണം. അതിന് ശേഷമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വേറൊരു കണ്ടീഷനും കൂടെ നമ്മൾ ഓർക്കുക. ഒരേ ആവശ്യത്തിനാണെങ്കിൽ ടി എയും NRIയും തമ്മിൽ, അല്ലെങ്കിൽ തിരിച്ച് NRIയും ടി എയും തമ്മിൽ 4 മാസത്തെ ഇടവേള മതി. പക്ഷേ വ്യത്യസ്ത ആവശ്യമാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വേണ്ട. നമ്മളിപ്പോൾ ഒരു NRI എടുത്തത് മെഡിക്കൽ പർപ്പസിനാണ്, അടുത്ത ടി എ എടുക്കുന്നത് മറ്റൊരു പർപ്പസിനാണ്. ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ഓഫ് കൺസ്യൂമബിൾ ഡ്യൂറബിൾസ് വേറൊരു ആവശ്യം എടുത്തു, അല്ലെങ്കിൽ ഹൗസ് വാങ്ങുന്നതിൻ്റെ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ റൂള് വെച്ചാണ് നമുക്ക് ടി എ NRI എടുക്കാമെന്നുള്ളത്. അതിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പം മനസ്സിലായെന്ന് കരുതുന്നു. ഒരേ ആവശ്യത്തിനാണെങ്കിൽ ഈ 4 മാസത്തെ വരുന്നുള്ളൂ. വ്യത്യസ്ത ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അത് കണക്ക് നമ്മളിപ്പോൾ ഒരു NRI എടുത്തു, അതിനുശേഷം വീണ്ടും ഒരു NRI എടുക്കണമെന്നുണ്ടെങ്കിൽ 3 മാസത്തെ മിനിമം കാലയളവ് വേണം. പിന്നൊരു കാര്യം, ഒരേ ആവശ്യത്തിന് AG വീണ്ടും NRI അനുവദിക്കത്തില്ല. ഒരു തവണ നമ്മളിപ്പോൾ മെഡിക്കൽ ഇതിന് NRI എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അതിന് അവർ അനുവദിക്കത്തില്ല, അവരത് റിജക്റ്റ് ചെയ്യും. പിന്നെ NRI എടുക്കുന്നതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും തന്നെ പറയുന്നില്ല. എത്ര വേണമെങ്കിലും എടുക്കാം. പല ആവശ്യത്തിനായിട്ട് പല ഇതായിട്ട് എടുക്കാം. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ടെമ്പററി അഡ്വാൻസ് എടുത്തു. നമ്മളിപ്പോൾ 9 വർഷം സർവീസ് അല്ലെങ്കിൽ 9 വർഷവും ഒരു 10 മാസം സർവീസ് ഉള്ളപ്പോഴാണ് ടി എ എടുത്തു, ടെമ്പററി അഡ്വാൻസ് എടുത്തു. അതിനുശേഷം 10 വർഷമായപ്പോൾ നമുക്കത് NRI എടുക്കാനുള്ള എലിജിബിലിറ്റി ആയി. അങ്ങനെ ഈ വ്യക്തിക്ക് അത് NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? എടുത്ത ടി എ NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടി എ എടുത്ത് 2 അടവുകൾ അടച്ചതിന് ശേഷം മാത്രമേ NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. NRI ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കുക, ഈ വ്യക്തിക്ക് 10 വർഷ സർവീസ് വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GPFൽ നിന്നുള്ള വിഡ്രോവലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു കേസെന്ന് പറയുന്നത് GPF ക്ലോഷറാണ്. നമ്മൾ റിട്ടയർ ആകുന്ന സമയത്ത് നമ്മൾ അടച്ച പൈസ നമുക്ക് തിരിച്ചു കിട്ടണം. അതിന് നമുക്ക് സ്പാർക്ക് വഴി ക്ലോഷർ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് നമുക്ക് GPF നമുക്ക് ക്ലോഷർ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റിട്ടയർ ആകുന്നതിന് 3 മാസം മുമ്പ് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും GPF അടവ് നിർത്തിയിരിക്കണം. അതിനുശേഷം നമ്മൾ അടയ്ക്കേണ്ടതില്ല. അപ്പം റിട്ടയർ ആവുന്നതിന് 3 മാസം മുമ്പ് GPF അടവ് നിർത്തി നമുക്ക് ക്ലോഷർ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അതിൽ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് റിട്ടയർ ആവുന്നതിന് 1 വർഷം മുന്നേ തന്നെ നമുക്ക് GPF അടവ് നിർത്തി ക്ലോഷർ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. പക്ഷേ 3 മാസം മുമ്പ് നിർബന്ധമായിട്ട് നിർത്തണം. റിട്ടയർ ആവുന്നതിന് 3 മാസം മുമ്പ് നിർബന്ധമായും നിർത്തി ഇരിക്കണമെന്നാണ് നിയമം. അപ്പോൾ ക്ലോഷർ സംബന്ധിച്ചുള്ളൊരു റൂളും മനസ്സിലായെന്ന് കരുതുന്നു.
ഇനി നമ്മൾ EPFൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം നമുക്ക് അതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. EPFും GPFും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. EPF രണ്ട് ലക്ഷ്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്നാണെങ്കിൽ നിക്ഷേപ പദ്ധതിയാണ്. EPFന് കുറച്ചും കൂടെ വൈഡായിട്ടുള്ളതാണ്. അതിനകത്ത് പെൻഷൻ വരും, ഇൻഷുറൻസ് ഒക്കെ വരും. EPFലും GPFലും ആരൊക്കെയാണ് അംഗത്വം എടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കാര്യം അവസാനം ഒന്നുകൂടി പറയുന്നു. ഇപ്പോൾ വന്ന പുതിയ ന്യൂസിൽ പറയുന്ന വിവരങ്ങളെല്ലാം EPFുമായിട്ട് മാത്രം ബന്ധപ്പെട്ടയാണ്. GPF റൂൾസിലൊന്നും നിലവിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി.